ബാങ്കോക്കിൽ നടന്ന വിശ്വസുന്ദരി മത്സരത്തിനിടെയുണ്ടായ നാടകീയ സംഭവങ്ങൾക്ക് പിന്നാലെ വേദിയിൽ തിരിച്ചെത്തി മിസ് മെക്സിക്കോ ഫാത്തിമ ബോഷ്. ആത്മവിശ്വാസത്തോടെ തലയുയർത്തിയവർ മത്സര വേദിയിൽ നിറഞ്ഞു നിന്നു. ഇതോടെ അവർക്ക് ശക്തമായ പിന്തുണയുമായി നെറ്റിസൺസും രംഗത്തെത്തിയിട്ടുണ്ട്. 74ാമത് മിസ് യൂണിവേഴ്സ് മത്സരത്തിലെ ചൂടേറിയ വിവാദത്തിനു ശേഷം മിസ് മെക്സിക്കോ ഫാത്തിമ ബോഷ് വീണ്ടും വേദിയിലെത്തി. 2025 നവംബർ 21 തായ്ലൻഡിലാണ് മിസ് യൂണിവേഴ്സ് 2025 നടക്കുക. അതിനാൽ എല്ലായിടത്തു നിന്നുമുള്ള സൗന്ദര്യ റാണിമാർ മത്സരത്തിനായി തയ്യാറെടുക്കാൻ ആതിഥേയ രാജ്യത്തൊത്തുകൂടി. എന്നിരുന്നാലും തായ് മത്സര ഡയറക്ടറായ നവത് മിസ് മെക്സിക്കോ ഫാത്തിമ ബോഷുമായി തർക്കത്തിൽ ഏർപ്പെട്ടതിനെ തുടർന്ന് മത്സരത്തിലെ തുടക്കം വളരെ വിവാദപരമായിരുന്നു. വൻ പ്രതിഷേധങ്ങൾക്ക് ശേഷം നവാദ് തന്റെ ചില വാക്കുകൾക്ക് ക്ഷമാപണം നടത്തി. അവതാരകരുടെ നിർദ്ദേശങ്ങൾ സ്വീകരിക്കുന്നതിന് പകരം മിസ് മെക്സിക്കോ നാഷണൽ ഡയറക്ടറുടെ നിർദ്ദേശങ്ങൾ അനുസരിച്ച് പ്രവർത്തിച്ചതിന്റെ പേരിലായിരുന്നു ശകാരമെന്നാണ് പുറത്തുവരുന്ന വിവരം. എല്ലാവരുടെയും മുന്നിൽ വെച്ച് ഫാത്തിമയെ വിധിയെന്ന് നവത് വിളിച്ചു. സംഭവം വിവാദമായതോടെ നവത് പരസ്യമായ ക്ഷമാപണം നടത്തി. തുടർന്നാണ് മത്സരത്തിന്റെ അടുത്ത ഘട്ടത്തിനായി ഫാത്തിമ മറ്റ് മത്സരാർത്ഥികൾക്കൊപ്പം വേദിയിലെത്തിയത്. എന്നാൽ അവരുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു. കണ്ണുനീർ ഒഴുകാതിരിക്കാൻ അവൾ തുടർച്ചയായി മുകളിലേക്ക് നോക്കി. ഇതോടെ സോഷ്യൽ മീഡിയ ഉപഭോക്താക്കൾ മോഡലിന് പിന്തുണയുമായി രംഗത്തെത്തി. സഹ മത്സരാർത്ഥിയോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച മിസ് യൂണിവേഴ്സ് പ്രീ പേജന്റ് ബഹിഷ്കരിച്ച് മത്സരാർത്ഥികൾ വേദി വിട്ടിറങ്ങുന്നതിന്റെ ദൃശ്യങ്ങൾ സമൂഹമാധ്യമത്തിൽ പ്രചരിച്ചിരുന്നു. ന്യൂസ് ഡെസ്ക് സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.